നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 276 276. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 276. തൃതീയ സ്കന്ധത്തിൽ 23-ാം അധ്യായം ശ്ലോകം 7 ഇനി പറയേണ്ടത്. ഏമേ സ്വധർമ്മനിരതസ്യ തപസ്സമാധി വിദ്യാത്മയോഗ വിജിതാം ഭഗവത് പ്രസാദാം താനേവ തേ മതനുസേവനയാ വരുദ്ധാൻ ദൃഷ്ടിം പ്രപശ്യ വിതരാമ്യഭയാനശോകാൻ. ശോകങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്യും ഭാഗവതം ഉപാസന ചെയ്താലെന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അത് എങ്ങനെയാണ് അതിൻ്റെ വാക്കാർത്ഥം വരുന്നത്? സ്വന്തം ധർമ്മങ്ങളിൽ അതിശ്രദ്ധാലുവായ എൻ്റെ വ്രതം, ഭഗവത് ധ്യാനം, ജ്ഞാനം, ചിത്തത്തിൻ്റെ ഏകാഗ്രത ഇവയാൽ സമ്പാദിക്കപ്പെട്ട. ഇറ്റ് ഈസ് നോട്ട് സോ ഈസി. ദാറ്റ് ഡസൻറ്റ് മീൻ വൺ ഷുഡ് നോട്ട് സ്റ്റാർട്ട് വിത്ത്. ഇത് എളുപ്പമല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേണ്ടാന്ന് വെക്കുന്നത് ഘോര പാപമാണ്. ആരും ഇത് പഠിച്ചു വരുന്നില്ല. എല്ലാവരും ഭൂമിയിൽ വന്നതിൻ്റെ ശേഷമാണ് പഠിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഡിഗ്രി പാസ്സാവണില്ലേ, പോസ്റ്റ് ഗ്രാജുവേഷൻ പാസ്സാവണില്ലേ, അതേമാതിരി നമ്മളും ഭാഗവതം വായിച്ച് പഠിക്കുക, അതിൻ്റെ അന്തരാർത്ഥങ്ങളിലേക്ക് പോവുക, ആഖ്യാനങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. എന്നാൽ എന്തുണ്ട്, സ്വയം ജീവിതത്തിൽ ദുഃഖം ഉണ്ടാവില്ല. ദുഃഖങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി ഇതിന്ന് കിട്ടും. അപ്പോൾ പറഞ്ഞു ഇവയാൽ സമ്പാദിക്കപ്പെട്ട ഭഗവാന്റെ അനുഗ്രഹങ്ങൾ യാതൊന്നോ എന്നെ നിരന്തരം സേവിച്ചതുകൊണ്ട്, അതായത് ഭഗവാനെ നിരന്തരം സേവിച്ചതുകൊണ്ട് നിന്നാലും സ്വാധീനമാക്കപ്പെട്ട ഭയരഹിതങ്ങളും. ഭഗവാൻ എന്തു ചെയ്യും? നമ്മളെ ഭയരഹിതന്മാരായിട്ട് ദുഃഖം തീർക്കുന്നവനുമായ അവയെ തന്നെ നീ കണ്ടാലും ദിവ്യദൃഷ്ടി തരുന്നേൻ, ദിവ്യദൃഷ്ടിയെ തരുന്നേൻ. ഭഗവാൻ കനിഞ്ഞ ദിവ്യദൃഷ്ടി തരുമ്പോഴാണ് ഭഗവാന്റെ വീരശൂര പരാക്രമങ്ങളിലേക്ക് നമുക്ക് എത്തി നോക്കാൻ സാധിക്കാൻ പറ്റുള്ളൂ. ഭഗവാൻ കനിയാണ്ട് ഒരു നിവൃത്തിയില്ല. അതിൻ്റെ ഒരു ഭാവാർത്ഥം, നിൻ്റെ ആ ധർമാനുഷ്ഠാനം സഫലം തന്നെ. ഉദ്ധവരോട് പറയാണ്, നിൻ്റെ ഈ അനുഷ്ഠാനം സഫലം തന്നെ. എങ്ങനെയെന്നാൽ എൻ്റെ വർണ്ണാശ്രമ ആചാരങ്ങളെ തെറ്റിക്കാതെ അനുഷ്ഠിച്ചു വന്ന ഭഗവാനാണ് ഈ നിർമ്മിതമായ എന്നാൽ നിർമ്മിക്കപ്പെട്ട ഈ ചാതുർവർണ്ണ്യം ലോകത്തിൻ്റെ സന്തുലനാവസ്ഥ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ചിലവർ പഠിച്ചത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അവിടെ ദക്ഷിണ ചോദിച്ചു വാങ്ങരുത്, അവർ തരുന്നത് സ്വീകരിക്കുക. എന്താ ശരിയായ ദക്ഷിണ? ഈശ്വരാനുഗ്രഹമാണ്. ഈശ്വരാനുഗ്രഹം ഇല്ലാണ്ട് കുറേ കാശുണ്ടായിട്ട് എന്താ കാര്യം? ജീവിതത്തിൽ അത് ഗതി പിടിക്കില്ല. അപ്പോൾ വർണ്ണാശ്രമ ആചാരങ്ങളെ തെറ്റിക്കാതെ ഞാൻ അനുഷ്ഠിച്ചു വന്ന വ്രതാദികളും ഭഗവത് ധ്യാനവും ഉപാസനയുമാകുന്ന ആത്മയോഗത്താൽ, ആത്മാവിൻ്റെ യോഗത്തിലാണ് ഇതൊക്കെ പറഞ്ഞത്, ആത്മയോഗത്താൽ സമ്പാദിക്കപ്പെട്ട ഭഗവത് പ്രസാദങ്ങൾ എന്നെ സർവാത്മന ശുശ്രൂഷിച്ച് നിനക്കും ലഭിച്ചിരിക്കുന്നതിനെ പ്രത്യക്ഷമായി കണ്ടുകൊള്ളുക. അതായത് ഇവിടെ എന്താണെന്നാ പറയുക, ആദിമമനുവിൻ്റെ മകളായിട്ടുള്ള ശതരൂപയുടെയും മകളായിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ആദേശപ്രകാരം കർദമ പ്രജാപതിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അപ്പോൾ ഈ ഭാര്യ, ഈ ആദിമമനുവിൻ്റെ മകള്, ശതരൂപയുടെ മകൾ എന്ത് ചെയ്തു?
തൻ്റെ നിലനിൽപ്പ് കൂടി മറന്നുകൊണ്ട് ഭർത്താവിൻ്റെ പുരോഗതിക്ക് വേണ്ട, അഭിവൃദ്ധിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ സ്വയം ശരീരമൊക്കെ വളരെ അസ്ഥിപഞ്ചരായിട്ട് ആയി. അത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് എങ്ങനെയാണ് ഇപ്പോൾ ഇവളിൽക്ക് ഞാൻ 9 സ്ത്രീരത്നങ്ങളെയും ഒരു ആൺകുട്ടിയെയും പ്രദാനം ചെയ്യുക എന്നുള്ളൊരു ധാരണ വന്നു. അത് അങ്ങനെ ഇവളെ സമാശ്വസിപ്പിക്കുന്നൊരു രംഗമാണ് ഇവിടെ. അപ്പോൾ അവയെ കാണാൻ ഉപകരിക്കുന്ന ദിവ്യദൃഷ്ടിയെ ഞാൻ നിനക്ക് നൽകാം. ഐഹികങ്ങളായ ഭോഗസാധനങ്ങളെ പോലെ നശിച്ചു പോകുന്നവയോ നരകപാതാദി ഭയത്തിന് അവകാശമുണ്ടാക്കുന്നവയോ അല്ല ആ മഹാവിഭൂതികൾ. ഭഗവാന്റെ മഹാവിഭൂതികൾ ദിവ്യചക്ഷുസ് കൊണ്ട് കാണാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. നിത്യസുഖപ്രദങ്ങളും നാശരഹിതങ്ങളുമാണെന്ന് അറിഞ്ഞുകൊള്ളുക. ഇതിനേക്കാൾ വലിയ ഒരു ആശ്വാസം എന്താ ജീവിതത്തിൽ? 8ാമത്തെ ശ്ലോകം നോക്കുക. അന്യേ പുനർഭഗവതോ ഭ്രുവ ഉദ്വിജൃംഭ വിഭ്രംശിതാർത്ഥരചനാ കിമുരു ക്രമസ്യാം സിദ്ധാസി ഭുക്ഷ്വ വിഭവാൻ നിജധർമ്മദോഹാൻ ദിവ്യാന്നരേ ദുരധികാൻ നൃപവിക്രിയാഭി. അതെന്താ അർത്ഥം? എന്താ? ഇതരങ്ങൾ വേറെ ഉള്ള എന്തുമാത്രം മഹത്തായ പാദന്യാസത്തോടു കൂടിയ ഭഗവാന്റെ പുരികത്തിൻ്റെ ഉദ്വിജൃംഭ വക്രവീഭാവത്താൽ നശിക്കപ്പെട്ട മനോരഥങ്ങൾ. ഭഗവാന്റെ നെറ്റി ഒന്ന് ചുളിഞ്ഞാൽ ഭക്തന് ആശ്വാസം ഉണ്ടാവുക, അഭക്തനോ സന്താവും. അപ്പോൾ അപ്പോൾ പറഞ്ഞു നശിപ്പിക്കപ്പെട്ട മനോരഥങ്ങളോട് കൂടിയവ രാജാവെന്നുള്ള അഹങ്കാരാദി ഭാവങ്ങളാൽ മനുഷ്യരാൽ പ്രാപിപ്പാൻ കഴിയാത്തവയും. രാജാവായാലും ചക്രവർത്തിയായാലും ഈശ്വരാനുഭൂതി ഉണ്ടായിക്കൊള്ളുന്നില്ല, അതിന് ദിവ്യചക്ഷുസ് തന്നെ വേണം. അപ്പോൾ രാജാവെന്നുള്ള അഹങ്കാരാദി ഭാവങ്ങളാൽ മനുഷ്യരാൽ പ്രാപിക്കാൻ കഴിയാത്തവയും അലൗകികങ്ങളായവയും, പ്യൂർലി ഡിവൈൻ അലൗകികങ്ങൾ, നിൻ്റെ ധർമ്മത്താൽ സിദ്ധിച്ചവയുമായ, വെറുതെ അല്ല, യു ആർ എന്താന്നാ പറയുക, നിൻ്റെ ബയോഡാറ്റ അതിഗംഭീര എന്നാണ് പറയണത്. കാരണം ഭർത്തൃ ശുശ്രൂഷയ്ക്ക് ഇത്ര മിടുക്ക് വേറെ ആരിലും കണ്ടില്ല. അതുകൊണ്ട് ഭോഗങ്ങളെ സിദ്ധയായി ഭവിക്കുന്നു ഭുജിച്ചാൽ. എൻ്റെ സിദ്ധി കൊണ്ട് നമുക്കെല്ലാം ഭുജിക്കാൻ പറ്റും. നഷ്ടം വന്നതൊക്കെ ഞാൻ തിരിച്ച് എടുക്കും എന്നാണ് പറഞ്ഞാൽ താല്പര്യം. അതിൻ്റെ ഭാവാർത്ഥം കേട്ടോളൂ. ഹേ സതീ, ഭഗവാന്റെ പ്രസാദത്താൽ ലഭിച്ചിരിക്കുന്ന ഈ വിഭവങ്ങൾ അന്യങ്ങളായ ഭോഗസാധനങ്ങളെന്ന പോലെ തുച്ഛങ്ങളല്ല. ഇറ്റ് ഈസ് വെരി വർത്ത്. എങ്ങനെ? എന്തുകൊണ്ടെന്നാൽ ലീലയാ ഈ ലോകത്തെ ഉണ്ടാക്കി രക്ഷിച്ച് സംഹരിക്കുന്ന കാലസ്വരൂപനായ ഭഗവാന്റെ പുരികം ഒന്ന് ചലിച്ചാൽ ആ ഭോഗപദാർത്ഥങ്ങളെക്കുറിച്ചുണ്ടായിരുന്ന മനോഹരങ്ങളെല്ലാം അപ്പോൾ നശിച്ചു. അപ്പോൾ ഈശ്വരനെ ആരാധിക്കാനും ഈ ഭഗവാൻ കനിയണം, അല്ലാണ്ട് നടക്കില്ല. അത്ര മാത്രമേ അവർക്ക് സ്ഥിരതയുള്ളൂ. ഇപ്പോൾ നിനക്ക് സിദ്ധിച്ചിരിക്കുന്ന ഈ സിദ്ധികളോ അങ്ങനെയുള്ളവയല്ല. പിന്നെ എങ്ങനെയുള്ളതാ? ഇവയ്ക്ക് നാശമില്ല. ഇന്നും ഈ ഭാഗവതത്തിൻ്റെ മാധ്യമത്തു കൂടി ഈ പ്രിയവ്രതൻ ഉത്താനപാദൻ എൻ്റെ പെങ്ങളായിട്ടുള്ള ശതരൂപയുടെ മകളായിട്ടുള്ള ഈ സുന്ദരി രാജകുമാരി ഭഗവാനെ തൻ്റെ ഗർഭത്തിൽ വെച്ച് പ്രസവിക്കാൻ പോകുന്ന ഒരാളെ കൂടിയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത്രയും 10,000 സംവത്സരങ്ങൾ തപസ് ചെയ്തിട്ടാണ് ഈ മഹാബ്രാഹ്മണൻ ഈ ഒരവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് പരമപുരുഷാർത്ഥമായ മോക്ഷം സാധിക്കുന്ന കാലം വരെ ഇവ നിൻ്റെ ഇഷ്ടം പോലെ നിന്നെ സേവിക്കും. ആരെ? ലൗകികങ്ങൾ. പാതിവൃത്യം എന്ന നിൻ്റെ സ്വധർമ്മ മാഹാത്മ്യത്താൽ നിനക്ക് സിദ്ധിച്ചിരിക്കുന്ന ഈ ദിവ്യഭോഗങ്ങളെ അനുഭവിച്ചു കൊള്ളുക. രാജാവല്ലേ ഞാൻ, എനിക്ക് സാധിക്കാത്ത കാര്യം എന്തിരിക്കുന്നു എന്നിങ്ങനെയുള്ള നിസ്സാര വികാരങ്ങൾ കൊണ്ട് മനുഷ്യവർഗത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരുവനും ഈ സിദ്ധികൾ
ലഭിക്കയില്ല. കാരണം 10,000 സംവത്സരങ്ങൾ ഭഗവാന് തപസ് ചെയ്തവരില്ല. അതാണ് പ്രശ്നം. മോക്ഷപര്യവസായികളായ ഇവയെ നീ യഥേഷ്ടം അനുഭവിച്ച് സന്തോഷിച്ചാലും എന്നാണ് അനുഗ്രഹം കൊടുക്കുന്നത്. അടുത്ത ശ്ലോകം 9. ഏവം ബ്രുവാണം അബല അഖിലയോഗമായ വിദ്യാവിചക്ഷണമവേക്ഷ്യ ഗദാധിരാസീത് സംപ്രശ്രയ പ്രണയ വിഹ്വലയാഗിരീഷൽ വ്രീഡാവലോക വിലസദ്ധസിദാനന. ആഹ. അപ്പോൾ സമസ്ത യോഗമായകളിലും അവയുടെ ഉപാസനകളിലും സമർത്ഥനും ഇപ്രകാരം പറയുന്നവനുമായ കർദമനെ, ഇതാരാ? കർദമ പ്രജാപതി, മഹാബ്രാഹ്മണൻ. നോക്കിയിട്ട് സ്ത്രീ ദേവഹൂതി, ഭാര്യ ദേവഹൂതി ആദി തീർന്നവളായി ഭവിച്ചു. ആദി തീർന്നവളായി ഭവിച്ചു വെച്ചാൽ ഭർത്താവ് അനുഗ്രഹിച്ചാൽ മതി. എല്ലാ ആദികളും സ്ത്രീയുടെ എല്ലാ പരാജയങ്ങളെയും നേരിടാൻ എനിക്ക് ശക്തിയുണ്ട് എന്നൊരു പുരുഷൻ ഭർത്താവ് പറഞ്ഞാൽ അത്ര വലിയൊരു സന്തോഷം ഒരു സ്ത്രീക്ക് ഒന്നുമില്ല. അതാണ് അപ്പോൾ പറഞ്ഞു, വിനയം, പ്രേമം എന്നിവയാൽ ഇടറിയ അക്ഷരങ്ങളോടുകൂടിയ വാക്കുകൊണ്ട് അല്പം ലജ്ജാസഹിതമായ നോട്ടത്താൽ പ്രകാശിക്കുന്ന മന്ദഹാസത്താൽ വിളങ്ങുന്ന മുഖത്തോടുകളായിട്ട് പറഞ്ഞു. വിചിത്ര പദാർത്ഥങ്ങളെ ആവശ്യം പോലെ സൃഷ്ടിപ്പാൻ ഉപകരിക്കുന്ന ശക്തികളെ ജനിപ്പിക്കുന്ന ഉപാസനകളിൽ നിപുണനായിരിക്കുന്ന ഭർത്താവ് മുകളിൽ വിവരിച്ച വിധം പറഞ്ഞത് കേട്ടപ്പോൾ ദേവഹൂതിയുടെ മനസ്സിൽ അതുവരെ ഉണ്ടായിരുന്ന ചിന്തകളൊക്കെ നശിച്ച് സിദ്ധാർത്ഥയായെന്നുള്ള സംതൃപ്തി, സിദ്ധാർത്ഥ സിദ്ധി കൊണ്ട് സമ്പാദിക്കുന്ന അർത്ഥങ്ങൾ വീണ് കിട്ടുന്നതല്ല, സിദ്ധാർത്ഥയായെന്നുള്ള സംതൃപ്തി ജനിച്ച് ഭർത്താവിനെ കുറിച്ചുണ്ടായ വിനയവും പ്രേമാധിക്യവും നിമിത്തം ഹൃദയം ചലിച്ചു തുടങ്ങിയതിനാൽ അക്ഷരങ്ങൾ തടഞ്ഞുകൊണ്ട് മാത്രമേ മുഖത്തിൽ നിന്ന് പുറപ്പെടുന്നുള്ളൂ. സ്ത്രീ സഹജമായ ലജ്ജയോടുകൂടെ ഭർതൃമുഖത്തിൽ നോക്കിയ സമയം അടക്കിയാൽ അടങ്ങാത്ത വിധത്തിൽ പ്രസരിച്ച മന്ദഹാസം അവളുടെ മുഖത്തിന് വിശേഷ വിധി ശോഭയെ ജനിപ്പിച്ചു. ഈ ഭാവങ്ങളോടുകൂടെ പറഞ്ഞു തുടങ്ങി. എന്താ പറഞ്ഞത്? ദേവഹൂതി വാചാം രാധംബദ ദ്വിജവൃഷേതമോഘയോഗ മായാധിപേ ത്വയി വിഭോ തദവൈമി ഭർത്ത യസ്തേ അഭ്യദായി സമയ സകൃദംഗസംഗോ ഭൂയാൽ ഗരീയസി ഗുണ പ്രസവസദീനാം. ബ്രാഹ്മണ ശ്രേഷ്ഠ, കർദമ പ്രജാപതി ആരാ? ബ്രാഹ്മണ ശ്രേഷ്ഠ, സർവത്തിനും സമർത്ഥ, ഇന്നതെന്നില്ല ഭർത്താവേ, സഫലങ്ങളായ ശക്തികളെ ജനിപ്പിക്കുന്ന മായയുടെ അധിപനായ അങ്ങയിൽ ഇത് സിദ്ധം എന്നുള്ള അതിനെ ഞാൻ അറിയുന്നേ. ഞാൻ അങ്ങ് ഒരു എക്സ്ട്രാ ഓർഡിനറി കഴിവുള്ള ബ്രാഹ്മണ സാമ്രാട്ടാണ്, ബ്രാഹ്മണ സാമ്രാട്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നതാണ് പറഞ്ഞത്. അതിനെ ഞാൻ അറിയുന്നത്. ഒരിക്കൽ ശരീരസ്പർശം ആവാം എന്നുള്ള യാതൊരു നിശ്ചയം ഇതുവരെ ശരീരസ്പർശം ഉണ്ടായിട്ടില്ല. ഭർത്താവ് എന്നുള്ള രീതിയിൽ അങ്ങയാൽ പറയപ്പെട്ടുവോ ഭവിക്കട്ടെ മഹാനായ ഭർത്താവ് നിമിത്തം. അപ്പോൾ കല്യാണം കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾ ദേവഹൂതിക്ക് എന്തുണ്ടായിട്ടില്ല? ഭർത്താവിൻ്റെ സ്പർശനസും ഉണ്ടായിട്ടില്ല. അപ്പോൾ മഹാനായ ഭർത്താവ് നിമിത്തം പതിവ്രതകൾക്കുണ്ടാവുന്ന സന്താന ലാഭം ഉത്കൃഷ്ടമാകുന്നു. അതായത് ചാൻസിനുണ്ടായി എന്നല്ല പറഞ്ഞത്, ഉണ്ടാവാതെ കണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോയിട്ടുണ്ടാവുമ്പോൾ അതിൻ്റെ ഒരു ഇമാജിനേറ്റീവ് പവർ, ശ്രേഷ്ഠത വേറെയാണ്. അപ്പോൾ അതാണ് ഇനി ഭാവാർത്ഥത്തിൽ ദേവഹൂതി പറഞ്ഞു. ഹേ ദ്വിജോത്തമ, സർവത്തിനും സമർത്ഥനായ പ്രാണനാഥ, നിഷ്ഫലമായി വരാത്ത വിധത്തിൽ സകല പദാർത്ഥങ്ങളെയും സൃഷ്ടിപ്പാൻ സമർത്ഥയായ മായാശക്തിയെ സ്വാധീനപ്പെടുത്തിയിരിക്കുന്ന അങ്ങയ്ക്ക് സകല ഭോഗസാധനങ്ങളെ സൃഷ്ടിപ്പാനും
എനിക്ക് ദിവ്യദൃഷ്ടിയെ നൽകുവാനുമുള്ള പ്രഭാവം സിദ്ധമാണെന്ന സംഗതി ഞാൻ അറിയുന്നുണ്ട്. എന്നാൽ ഗർഭധാരണ പര്യന്തം ശരീരസ്പർശം ചെയ്യുന്നതാണെന്ന് വിവാഹ അവസരത്തിൽ ചെയ്ത നിശ്ചയം ഫലിച്ചതിനു ശേഷം ദിവ്യഭോഗങ്ങളെ അനുഭവിക്കാം. എന്തുകൊണ്ടെന്നാൽ പതിവ്രതമാരുടെ ഗുണം ലോകത്തിൽ നിലനിൽക്കുന്നത് മഹാനായിരിക്കുന്ന ഭർത്താവിൽ നിന്ന് ലഭിക്കുന്ന സന്താനം നിമിത്തമാകുന്നുവല്ലോ. അതിൻ്റെ ഒരു ആഴം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. 11ാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം. തത്രേതി കൃത്യമുപശിക്ഷയതോപദേശം ഏനൈഷമേ കർഷിതോ അതിരിരംസയാ ആത്മാ സിദ്ധേദാതേ കൃതമനോ ഭവധർംഷിതായ ദീനസ്തരീശഭവനം സദൃശം വിചക്ഷ്വാ ആണ് പിന്നെ ശ്ലോകം. അതിന് ഭോഗാനുഭവത്തിൽ ശാസ്ത്രപ്രകാരം വേണ്ട സാധനത്തെ ഭോഗ തൃഷ്ണ ഉണ്ടെങ്കിലും അത് അനുഭവിക്കുന്നത് ശാസ്ത്രപ്രകാരം ആവാൻ പാടുള്ളൂ. അതിൽ കൂടാൻ പാടില്ല. കൂടിയാൽ അനർത്ഥം ഫലം. അപ്പോൾ ശാസ്ത്രപ്രകാരം അത് വളരെ ഇമ്പോർട്ടൻ്റ് വാക്കാണ്. പിന്നെ വേണ്ട സാധനത്തെ സങ്കല്പിച്ചാലും യാതൊന്നിൽ അങ്ങ് നിമിത്തമുണ്ടായ മന്മഥവികാരം നിമിത്തം ക്ഷോഭിച്ചിരിക്കുന്ന എൻ്റെ അധികരിച്ച രതിയിലുള്ള ആശ നിമിത്തം കൃശമായി ഭവിച്ചതും ബലം കുറഞ്ഞതുമായ ശരീരം രതിസമർത്ഥമാകും. ഹേ ഈശ്വര, അനുരൂപമായ ഗ്രഹത്തെയും വിചാരിച്ചാലും എനിക്ക് ശരീരപുഷ്ടി ഉണ്ടായാൽ പോരാ. അങ്ങയുടെ ഗുണഗണങ്ങൾക്കനുസരിച്ച ഒരു ഗൃഹം ഉണ്ടാവണം. പർണശാല പോരാന്നർത്ഥം. വളരെ ഇമാജിനേറ്റീവാണ് കഥ. എന്നിട്ട് അതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് പോവുകയാണ്. സംയോഗത്തിനാവശ്യമായിട്ട് കാമശാസ്ത്രത്തിൽ പറയും വിധമുള്ള സാധന സാമഗ്രികളെ ആദ്യമായി സമ്പാദിപ്പാൻ കരുണ ചെയ്യണം. അങ്ങയെ ഉദ്ദേശിച്ചുണ്ടായ മന്മഥവികാരം എൻ്റെ ചിത്തത്തെ ക്ഷോഭിപ്പിച്ചത് നിമിത്തം അധികരിച്ച രതി ആശ എനിക്കുണ്ടായിരുന്നതിനെ ഏത് ക്ഷണപര്യന്തം സഹിച്ചിരിക്കയാൽ ഇതുവരെ സപ്രസ് ചെയ്തിരിക്കുകയാണുള്ളൂ ചെയ്തിരുന്നത്. അതികൃശമായും ബലം കുറഞ്ഞും ഇരിക്കുന്ന എൻ്റെ ശരീരം രതിസമർത്ഥമായി വരുവാൻ ആവശ്യമുള്ള പാനഭോജനാദി പദാർത്ഥങ്ങളും സരസക്രീഡയ്ക്കുചിതമായി അത് വളരെ വ്യാപ്തിയുള്ളൊരു വാക്കാണ്. സരസൻ സരസവിരസൻ, വിരസസരസൻ വിരസവിരസൻ, സരസവിരസൻ സരസസരസൻ, ഇങ്ങനെയൊക്കെ ആൾക്കാരെ ബ്രാക്കറ്റ് ചെയ്യും. അവ സരസസരസന്മാരാവണം ഒന്നാമത്. ഇല്ലെങ്കിൽ വിരസസരസനാവണം. അതെന്താ? തുടക്കം വിരസനാണെങ്കിലും അവസാനം സരസനായിട്ടില്ലെങ്കിൽ മോശ. നേരെ മറിച്ച് സരസവിരസനായാൽ മോശമായി. മോശമല്ലേ? അപ്പോൾ സരസക്രീഡയ്ക്കുചിതമായ ഭവനവും ഉണ്ടാവാൻ ആവശ്യമായ സങ്കല്പമാണ് അങ്ങിപ്പോൾ ചെയ്യേണ്ടത്. അതാതു കാര്യം സാധിപ്പാൻ ആവശ്യമായ സാധന കലാപമാണല്ലോ ഒന്നാമത് ഉണ്ടാകേണ്ടത്. ഇതൊക്കെ ഒരു സ്ത്രീക്ക് അറിയുകയും ചെയ്യും. അത് നിവർത്തിക്കാൻ കഴിവുള്ള ഭർത്താവായിരിക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ സകല പുരുഷത്വങ്ങളും സാധിപ്പാൻ ആവശ്യമായ ശരീരത്തിൻ്റെ രക്ഷയ്ക്കും, ഈ ശരീരം മോശമുള്ളതല്ല, ശരീരം മോക്ഷപ്രാപ്തിക്ക് ഉതകുന്ന കർമ്മങ്ങൾ ചെയ്യാനാണ്. പക്ഷേ അതിനെ നമ്മൾ ചെറുതാക്കി കാണരുത്. അടിച്ചു പൊളിച്ച് ശരീരത്തിലുള്ള ഓജസ്സും തേജസ്സും നശിപ്പിക്കരുത്. അപ്പോൾ ശരീരത്തിൻ്റെ രക്ഷയ്ക്ക് നിലനിൽപ്പിനും സുഖവാസത്തിനും ആവശ്യമായ പദാർത്ഥങ്ങളെ യോഗമായ ശക്തി കൊണ്ട് സൃഷ്ടിക്കണമെന്നാണ് പ്രാർത്ഥനയുടെ അന്തരംഗം, സാരം. മൈത്രേയ ഉവാച. മൈത്രേയൻ എന്താ പറഞ്ഞത്? പ്രിയായ പ്രിയമന്വിഷ്ടൻ കർദമോ യോഗമാസ്ഥിത വിമാനം കാമകം ക്ഷത്തസ്തർഹ്യേവാ വിരജീകരത്. ഭാര്യയുടെ ഇഷ്ടത്തെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവനായിട്ട് കർദമൻ യോഗത്തിലിരുന്ന്, ഹേ വിതുര,
അപ്പോൾ തന്നെ ഇഷ്ടമറിഞ്ഞ് സഞ്ചരിക്കുന്ന ദേവയാനത്തെ. നമ്മളവിടെ കയറിയിരുന്ന സങ്കല്പശക്തി കൊണ്ട് എവിടെ പോകണം അവിടേക്ക് എത്തും, അത്രയേ ഉള്ളൂ. എവിടെ ഇറങ്ങണം, എവിടെ ഉയരണം ഒക്കെ നമ്മൾ സങ്കല്പിച്ചാൽ മതി, ഒന്നും കമാൻഡ് ചെയ്യണ്ട. അതായത് ഇപ്പോഴത്തെ ഇൻ്റലിജൻറ്റ് എന്താണ്, AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അത് അന്നുണ്ടായിരുന്നു. അതാണ് അതിൻ്റെ സത്യം. ഇപ്പം നമ്മൾക്ക് സുഗമമായിട്ട് അത് മനസ്സിലാവാൻ തുടങ്ങിയെന്ന് മാത്രം. അപ്പോൾ ആവിർഭവിച്ചു, തന്നെ അവിടെ എത്തിക്കിട്ടി. ഈ വിമാനം. മൈത്രേയൻ പറഞ്ഞു അതിൻ്റെ ഭാവാർത്ഥം: ഹേ വിതുര, പ്രിയയുടെ ആഗ്രഹത്തെ സാധിപ്പിക്കുവാൻ ഇച്ഛിച്ച കർദമൻ ഉടനെ യോഗമായ ശക്തിയെ ധ്യാനിച്ചു. ഇഷ്ടാനുസരണം സഞ്ചരിക്കുന്നതായ ഒരു വിമാനം അപ്പോൾ തന്നെ പ്രത്യക്ഷമായി എന്ന് പറഞ്ഞു. ഇനി 13ാമത്തെ ശ്ലോക പറയണത്: സർവകാമദുഃഖം കാമദുഃഖം ദിവ്യം സർവരത്നസമന്യുതം സർവർദ്ധ്യുവചയോദർക്കം മണിസ്തംഭൈരുപസ്കൃതം. ആ വിമാനം എങ്ങനെയുള്ളതാണ് എന്നാണ് പറഞ്ഞത്. ആഗ്രഹങ്ങളെ എല്ലാം സാധിപ്പിക്കുന്നത്, സകല രത്നങ്ങൾ പതിച്ചിട്ടുള്ളതും സകല സമൃദ്ധികളുടെയും ഉത്തരോത്തര ദിവ്യവൃദ്ധിയുള്ളതും രത്നമയങ്ങളായ സ്തംഭങ്ങളാൽ അലങ്കരിക്കപ്പെട്ടതുമാണ്. ഞാൻ ഭാവാർത്ഥം പറയണു. ആ വിമാനം ആഗ്രഹിക്കുന്നതിനെ എല്ലാം അപ്പോൾ തന്നെ നൽകുന്നതും സർവരത്നങ്ങൾ പതിച്ചിട്ടുള്ളതും സകല സമ്പത്തുകളുടെയും ഉത്തരോത്തരം അഭിവൃദ്ധിയുള്ളതും അനേകം രത്നസ്തംഭങ്ങളാൽ അലങ്കരിക്കപ്പെട്ടതുമായിരുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. ഇനി 14. ദിവ്യോപകരണോപേതം സർവകാല സുഖാവഹം പട്ടികാഭിപതാകാഭിർ വിചിത്രാഭിരലങ്കൃതം. അതിൻ്റെ വാക്കാർത്ഥം: ദിവ്യങ്ങളായ ഉപകരണങ്ങൾ, പാത്രങ്ങൾ മുതലായവ ഉള്ളതും സർവകാലങ്ങളിലും ശീതോഷ്ണാദികൾക്ക് അനുകൂലമായ സുഖമുണ്ടാക്കുന്നതും ബഹുവിധ വർണ്ണങ്ങളോട് കൂടിയ വീതി കുറഞ്ഞ കൊടിക്കൂറകളാലും വീതിയും നീളവും അധികമുള്ള കൊടിക്കൂറകളാലും അലങ്കരിക്കപ്പെട്ടതും ആണ് ആ വിമാനം എന്ന് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണു. ദിവ്യങ്ങളായ ഗൃഹോപകരണങ്ങൾ നിറഞ്ഞിട്ടുള്ളതും എല്ലാ കാലത്തും സുഖത്തെ ജനിപ്പിക്കുന്നതും വിചിത്രങ്ങളായ പട്ടുതുണികൾ കൊണ്ടുണ്ടാക്കിയ ധ്വജങ്ങളും കൊടികളും കൊണ്ട് അലങ്കരിക്കപ്പെട്ടതുമായിരുന്നു ആ വിമാനം എന്ന് പറഞ്ഞു. ഇനി 15ാമത്തെ ശ്ലോകം: സ്രഗ്ഭിർവിചിത്രമാല്യാഭിമഞ്ജുഷിജ്ജൽ ഷഡംഗ്രിഭി ദുഗൂലക്ഷൗമകൗശേയൈർനാനാവസ്ത്രൈരലങ്കൃതം. നാനാവർണ്ണങ്ങളുള്ളവയും മാലാനിർമ്മാണയോഗ്യങ്ങളായ പുഷ്പങ്ങളോടുകൂടിയവയും മനോഹരമാകും വണ്ണം ശബ്ദിക്കുന്ന വണ്ടുകളോടുകൂടിയവയുമായ മാലകളാലും നേരിയവയും അതസി എന്ന ചെടികളുടെ നൂലുകൊണ്ട് നിർമ്മിച്ചവയും, അറിയില്ലേ അസതി, അങ്ങനെ ഒരു ചെടി ഉണ്ടാവും, നിർമ്മിച്ചവയും പട്ടുനൂൽ പുഴുക്കളിൽ നിന്നുണ്ടായ നൂലുകളാലും ഉണ്ടാക്കപ്പെട്ട അതായത് ബഹുവിധ വസ്ത്രങ്ങളാലും അലങ്കരിക്കപ്പെട്ടതാണ്. അപ്പോൾ ഭഗവാൻ വ്യാസർക്ക് മാത്രമേ ഇങ്ങനെ രചിക്കാൻ പറ്റുള്ളൂ. എന്തൊക്കെയാണ് ഈ ഭൂമിയിലുള്ളത് അതിനെയൊക്കെ ഉദ്ദേശലബ്ധി പ്രകാരം അല്ലേ എടുത്ത് പിന്നെ ക്രോഡീകരിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞത് എന്താ? അനേക നിറമുള്ള പുഷ്പങ്ങൾ കൊണ്ട് നിർമ്മിച്ച മാലകളിൽ മനോഹരമായി ശബ്ദിക്കുന്ന വണ്ടുകൾ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. സൂക്ഷ്മമായ രോമം കൊണ്ടും ചണനാരുകൊണ്ടും പട്ടുപുഴുക്കളിൽ നിന്നുണ്ടാകുന്ന നൂലുകൊണ്ടും നിർമ്മിച്ച വിശേഷ വസ്ത്രങ്ങളാൽ അലങ്കരിക്കപ്പെട്ടുമിരുന്നു എന്നാണ് പറയുന്നത്. 16ാമത്തെ ശ്ലോകം: ഉപര്യുപരി വിന്യസ്ത നിലയേഷു പൃഥക് പൃഥക് ക്ഷിപ്തൈ കശിപുഭിഃ കാന്തം പര്യങ്കവ്യജനാസനൈ.
മേൽക്കുമേൽ കെട്ടിയുണ്ടാക്കപ്പെട്ട ഗൃഹങ്ങളിൽ, അതായത് മൾട്ടി സ്റ്റോറി വിമാനമെന്നാണ് പറഞ്ഞതേ. കപ്പലല്ല, കപ്പൽ സമുദ്രത്തിലാണ്, ആകാശത്ത് കൂടെ പറക്കുന്ന മൾട്ടി സ്റ്റോറി, വെവ്വേറെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ശയനങ്ങളാലും, അതായത് ഓരോ ഫ്ലോറിലും ഓരോ തരം ദിവ്യാനുഭൂതി കൊടുക്കാൻ സാധിക്കുന്ന ബെഡ്റൂംസ്, വിഷറികൾ മുതലായവയാലും മനോഹരമായിട്ടും ഇരുന്നു. മേൽക്കുമേലുള്ള നിലകളിൽ, എത്രയെന്ന് പറഞ്ഞിട്ടില്ല, മേൽക്കുമേലുള്ള നിലകളിൽ വെവ്വേറെ ഇട്ടിരിക്കുന്ന കട്ടിൽ മുതലായവ കൊണ്ടും ശയനങ്ങൾ, അതായത് കിടക്ക, ആസനങ്ങൾ, ആലവട്ടങ്ങൾ മുതലായവ കൊണ്ടും മനോഹരമായിരുന്നു. 17 തത്ര തത്ര വിനിക്ഷിപ്തനാനാ ശില്പോപശോഭിതം, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ പലതരത്തിലുള്ള വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. മഹാമരകതസ്ഥല്യ ജുഷ്ടം വിദ്രുമവേദിഭി, അതായത് അവിടവിടെ ഉണ്ടാക്കപ്പെട്ട ബഹുവിധ ചിത്രവേലകളാൽ പ്രകാശിക്കപ്പെടുന്നതും മഹത്തായ മരകത രത്നം പതിച്ച നിലത്താലും പവിഴരത്നം കൊണ്ടുണ്ടാക്കപ്പെട്ട കോലായകളാലും ശോഭിക്കപ്പെട്ടുമിരുന്നു. ഏത്? ആ ദിവ്യ വിമാനം. ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. അവിടവിടെ ചുമരുകളിൽ വിന്യസിച്ചിരിക്കുന്ന ചിത്രങ്ങൾ കൊണ്ടും മഹാമരതക രത്നം പതിച്ചിട്ടുള്ള നിലം കൊണ്ടും പവിഴം കൊണ്ട് കെട്ടിപ്പോച്ചിരിക്കുന്ന ഇരിപ്പാനുള്ള തിണ്ണകൾ കൊണ്ടും വിശേഷമായി ശോഭിച്ചു ആ വിമാനം. ഇനി 18 ദ്വാസു വിദ്രുമദേഹാല്യാഭാതം വജ്രകപാടവത് ശിഖരേഷീന്ദ്രനീലേഷു ഹേമകുംഭൈരതിശ്രിയം, ദ്വാരങ്ങളിൽ പവിഴം കൊണ്ടുള്ള ഉമ്മറപ്പടികളാൽ ശോഭിക്കുന്നതും വജ്രരത്നം പതിച്ച വാതിലുകളുള്ളതും ഇന്ദ്രനീലരത്നമയങ്ങളായ ഉപരിഭാഗങ്ങളിൽ പൊൻകുടങ്ങളാൽ അധിവസിക്കപ്പെടുന്നതും ആയിരുന്നു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ വേദാർത്ഥം പറഞ്ഞിട്ട് ഭാവാർത്ഥം കൊണ്ട് നിർത്താം. പ്രവേശമാർഗങ്ങൾ പവിഴം കൊണ്ടുണ്ടാക്കിയ ഉമ്മറപ്പടികളാൽ ശോഭിച്ചിരുന്നു. വാതിൽ വജ്രം കൊണ്ടുണ്ടാക്കപ്പെട്ടവയായിരുന്നു. പ്രസാദങ്ങളുടെ ഇന്ദ്രനീലമയങ്ങളായ ശിഖരങ്ങളിൽ സ്വർണം കൊണ്ടുള്ള താഴികക്കുടങ്ങൾ ചാർത്തിയിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ തപസ്സിൻ്റെ വൈഭവം എന്താ? മായയെ വരുതിയിൽ നിർത്താം. മായയെ കൊണ്ട് തനിക്ക് ആവശ്യമുള്ളത് സൃഷ്ടിക്കാം, പക്ഷേ ദുരുപയോഗപ്പെടുത്തരുത്. ഇതാണ് അതിൻ്റെ പിന്നെ മഹിമ. അങ്ങനെയിരിക്കുന്ന ആ മഹാവിഷ്ണുവിൻ്റെ വിഭൂതികൾ അനുഭൂതി മണ്ഡലത്താൻ നമ്മൾ കൊടുത്തു വയ്ക്കണം. നല്ല പുണ്യങ്ങൾ, എത്രയോ പുണ്യകാര്യങ്ങൾ ചെയ്ത് ആ പുണ്യത്തിൻ്റെ ഫലങ്ങൾ ഭഗവാന്റെ കയ്യിലുള്ളപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മുടെ പ്രാർത്ഥന സദാസമയവും ലോകാസമസ്ത സുഖിനോഭവന്തു ആയിരിക്കട്ടെ എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.